ഡെസ്മ ഇൻ്റർനാഷണൽ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണതെന്ന് വെച്ചാൽ കാൻഡിഡേറ്റിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റും ഈ ലോഗിൻ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലായി എന്നുള്ളത് പോർട്ടൽസിൽ കയറി നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റും. എൻക്ലെക്സ് എക്സാം പേപ്പർ വർക്ക് ഇല്ലാതെ എഴുതാൻ പറ്റും എന്നാണ് പലരുടെയും വിചാരം. എന്താ അറിയോ, പലരും ലാംഗ്വേജ് ടെസ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം ചില എൻക്വയറീസ് വരുമ്പോഴേ കോമഡിയാണ്, പക്ഷേ ചിലർ ചോദിക്കും ഞാൻ ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ര രജിസ്ട്രേഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് റെഗുലേറ്ററി ബോഡീസ് വരുന്നുണ്ട്. ഈ എൻക്ലെക്സാറൻ, ഓസ്കി, ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്ന 3 സ്റ്റേജ് ഇടയിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ ഓരോ കാര്യങ്ങളും കാൻഡിഡേറ്റിന് ക്ലിയർലി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. മേജർലി കാൻഡിഡേറ്റ് ഫോക്കസ് ചെയ്യേണ്ടത് എൻക്ലെക്സാറിനും ഓസ്കിയും ലാംഗ്വേജ് ടെസ്റ്റാണ്. അവർ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ 1 ഓൺവേർഡ്സ് അൺടിൽ അവർ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മളുടെ സർവീസ് കൊണ്ടുപോകുന്നത് അല്ലേ. ഡെസ്മ ഇൻ്റർനാഷണൽ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണതെന്ന് വെച്ചാൽ കാൻഡിഡേറ്റിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റും ഈ ലോഗിൻ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലായി എന്നുള്ളത് പോർട്ടൽസിൽ കയറി നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് അവർക്ക് കയറി നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഡെസ്മയുടെ ടോപ്പ് മാനേജ്മെൻറ്റ് തുടങ്ങി കൗൺസിലേഴ്സ് വരെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ തന്നെ കൗൺസിലേഴ്സും ഡോക്യുമെൻറ്റേഷൻ ടീമും കാൻഡിഡേറ്റിനെ ഇൻഫോം ചെയ്യാറുണ്ട്, നിങ്ങളിപ്പോൾ ഇന്ന സ്റ്റേജിലാണെന്ന് പറയാറുണ്ട്. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പോർട്ടലിൽ കയറിയിട്ട് നോക്കാൻ പറ്റും. പലരും ലോഗിൻ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാറില്ല. നമ്മൾക്ക് തന്നെ ഇപ്പോൾ കാൻഡിഡേറ്റ് ഫസ്റ്റ് എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ ലോഗിൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയാണ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനുണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ. നമ്മളെല്ലാം അത്രയും ഓപ്പൺ ആയിട്ട് കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് പോകുന്നത്. ഫസ്റ്റ് മുതൽ എന്താണ് റിക്വയർമെൻ്റ് എന്ന് തുടങ്ങി ഫൈനൽ രജിസ്ട്രേഷൻ വരെയുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള സർവീസും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് എൻക്ലെക്സ്, ഓസ്കി, ലാംഗ്വേജ് ടെസ്റ്റ്. ഇത് മൂന്ന് സ്റ്റേജാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻക്വയറി ചെയ്യുന്ന ഒരു നേഴ്സിന് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും ആദ്യത്തെ സ്റ്റേജ് ഇതാണ്. ചില നേഴ്സസ് വന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരുന്ന കേസസ് ഉണ്ട്. ഈവൻ എൻക്ലെക്സാറൻ എക്സാമിനേഷൻ ഞാൻ പാസ്സാവട്ടെ എന്നിട്ട് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് പറഞ്ഞ് വരുന്ന കേസ് ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണേ. എൻക്ലെക്സ് എക്സാം പേപ്പർ വർക്ക് ഇല്ലാതെ എഴുതാൻ പറ്റും എന്നാണ് പലരുടെയും വിചാരം. എന്താ അറിയോ, പലരും ലാംഗ്വേജ് ടെസ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. OET IELTS എന്നൊക്കെ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഡേറ്റ് എടുത്ത് പോയി എഴുതാൻ പറ്റും. പക്ഷെ എൻക്ലെക്സ് അങ്ങനെയല്ല, അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും ഡിസിഷനൊക്കെ വന്നു കഴിഞ്ഞാലാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ അത് പ്രോസസ്സിനെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഡെസ്മ അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് ഓരോ സ്റ്റേജും നമ്മൾ കാൻഡിഡേറ്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് ടെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രോസസ്സ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് നമുക്കൊരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ഡിലേ വന്നിട്ട് പ്രോസസ്സ് ഡിലേ ആയാൽ ഇവരുടെ സ്കോർ എക്സ്പയർ ആയി പോകും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്തല്ലേ ഒത്തിരി നഴ്സസ് ആദ്യമേ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി വെച്ചു, എന്നിട്ട് പ്രോസസ്സ് തുടങ്ങി എൻക്ലെക്സും ഓസ്കിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത് എഴുതേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം PR-ൻ്റെതാണ്. PR-ന് സ്കോർ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് വിസയുടെ സ്റ്റേജ് ആവുന്നതിനും തൊട്ട് മുന്നേ ആയിട്ടാണ്. അപ്പം ഞാനിപ്പം 2024 സ്റ്റാർട്ടിങ്ങിൽ സ്കോർ എടുത്ത് വെച്ച് PR-ൻ്റെ ഫൈനൽ സ്റ്റേജിൽ സ്കോർ കൊടുക്കുമ്പോഴേക്കും ഞാൻ പിന്നെയും എമൗണ്ടും സ്പെൻഡ് ചെയ്യണം, എൻ്റെ എഫേർട്ടും പോകും. രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ 2 years ആണ് വാലിഡിറ്റി. ഇപ്പോൾ PR-ൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഴുതിയ ഡേറ്റ് മുതൽ 3 വർഷം വാലിഡിറ്റിയാണ് PR-ന് കൺസിഡർ ചെയ്യുക. സോ ലേറ്റായിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ആ ഒരു സെയിം സ്കോർ തന്നെ പിന്നീടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പ്ലിറ്റപ്പ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സിന് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം ചില എൻക്വയറീസ് വരുമ്പോഴേ കോമഡിയാണ്, പക്ഷേ ചിലർ ചോദിക്കും ഞാൻ ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതേപോലെ റീസെൻ്റ്ലി എനിക്കൊരു കാൻഡിഡേറ്റ് വന്നത്, ആൾക്ക് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആൾക്ക് അവിടെ കോൺട്രാക്ട് ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതിയ കോൺട്രാക്റ്റിലേക്ക് കയറാൻ വേണ്ടി ഇനി 4 മാസമേ ഉള്ളൂ.
ആൾക്ക് എൻക്ലെക്സാരൻ എഴുതാൻ വേണ്ടി നാട്ടിൽ വരാൻ പറ്റില്ല, ഓസ്കിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ല, ഒന്നിനും ആൾക്ക് പറ്റില്ല. ബട്ട് 4 months പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ആൾക്ക് ഓസ്ട്രേലിയയിൽ എത്തണം. അങ്ങനെ വരുന്ന എൻക്വയറീസ് ഉണ്ട്. അതായത് അത് മെയിനായിട്ട് എന്താ പ്രശ്നം എന്നറിയാവോ, ഈ ടൈം ലൈൻ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് ഈ സെയിം കാര്യത്തെ തന്നെ കൺവേ ചെയ്യുന്നത്. എത്ര ടൈം എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പം 6 to 7 months കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്ന കൺസൾട്ടൻസീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ 1 year മേലെ പോകും എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക ഡിഫറെൻറ്റ് ടൈം പറയുന്ന ഇതുണ്ട്. അപ്പം യൂഷ്വലി കാൻഡിഡേറ്റ് തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ശരിക്കും ആരെ വിശ്വസിക്കും എന്നുള്ളത്. പലരും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അവർ എൻക്വയറി ചെയ്യുന്നിടത്ത് ക്ലയൻറ്റിനെ വേഗം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു 4 to 5 months വരെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പിച്ച് ചെയ്ത് വിടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഡെസ്മെൻ്റ് എടുത്ത ഒരു കാൻഡിഡേറ്റ് വന്നാൽ 1-2 മാസം കൊണ്ടല്ല അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അവർ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫൈനൽ കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി, അത് കഴിഞ്ഞ് PR കിട്ടുന്ന സ്റ്റേജ് വരെ നമ്മളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം നമ്മൾ ഈ ഒരു കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളിപ്പം പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് കൊടുക്കുന്നു എന്ന് വയ്ക്കുക. അതല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും റെഗുലേറ്ററി ബോഡിയുടെ കാര്യങ്ങൾ ചേഞ്ചസ് വരികയാണെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഡെസ്മ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പ്രോസസ്സ് മെയിനായിട്ട് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. സോ നമ്മളത് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്യാറുണ്ട്. ഇപ്പം റെഗുലേറ്ററി ബോഡീസിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലും അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ അറിയാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാൻഡിഡേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. റീസെൻ്റ്ലി ന്യൂസിലാൻഡിൻ്റെ ഒരു ചേഞ്ചസ് വന്നില്ലായിരുന്നു. ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓസ്ട്രേലിയയുടെ പോലെ തന്നെ ആയി എന്നുള്ളത്. സോ നമ്മൾ അപ് ടു ഡേറ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ കാൻഡിഡേറ്റിനോടും കൂടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ജൂലൈ 2024 ന്യൂസിലൻഡ് പാത്വേയിലും ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ കൂടെ പ്രോസസ്സിങ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ അവരിത് അറിഞ്ഞു വരുന്നേക്ക് മുന്നേ നമ്മളത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു.